ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് ദിവസമായല്ലേ വീഡിയോ ഇട്ടിട്ട്. അതിനൊരു സ്പെഷ്യൽ കാരണമുണ്ട് കേട്ടോ. ഒരു റീലൊക്കേഷനൊക്കെ ആയിട്ട് ഞങ്ങൾ വളരെ ബിസി ആയിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയുന്നതായിരിക്കും വേറൊരു വീഡിയോയിൽ. അപ്പം ഞാൻ നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളിൽ എത്ര പേരാണ് അല്ലേ ഒരു വീട് കാണുമ്പോഴത്തേക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, ഇത് എൻ്റെ ഡ്രീം ഹൗസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പണിത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കി ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ കുറേ കൂടെ കാശ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഇന്റീരിയേഴ്സിന്റെ ടൈം വരുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് ഭയങ്കരം ടൈറ്റായി പോകാറുണ്ട്. ചില ആൾക്കാരുണ്ട്, നമ്മൾ കണ്ടമാനം കാശൊന്നും വീട്ടിന് ചിലവാക്കേണ്ട, പക്ഷെ എനിക്കൊരു ഡ്രീം കിച്ചൺ ഉണ്ട്, പക്ഷെ അത് നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ തന്നെ വേണം, വളരെയധികം കാശൊന്നും സ്പെൻഡ് ചെയ്യണ്ട, എനിക്ക് ഫങ്ഷണൽ ആയിട്ടുള്ള വീട് മതി, അതായത് ക്യൂട്ട്നെസ്സോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു കിച്ചൺ, അതിലെല്ലാ ആവശ്യത്തിനുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം, അങ്ങനെ വിചാരിക്കുന്ന ആളാണോ നിങ്ങൾ? ഇതുപോലത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ വീഡിയോ കേട്ടോ. തമ്മിൽ കണ്ടതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിച്ചൺ ഡിസൈൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പക്ഷേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുനിത. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനർ ബൈ പ്രൊഫഷനാണ്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിക്കുന്നുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് എന്നെ എന്തുമാത്രം മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ കീപ് കമൻറ്റിങ്, കീപ് ഷെയറിങ്, കീപ് ലൈക്കിങ് മൈ വീഡിയോസ്. ആൻഡ് അതെനിക്കൊരു എത്ര വലിയ മോട്ടിവേഷൻ ആണെന്നറിയാമോ? ശരി, എന്നാൽ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. I've been thinking about myself today, thinking how I changed, how I really don't care if. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിച്ചൺ എന്ന് പറഞ്ഞല്ലോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിച്ചണിന് ആദ്യമായിട്ട് നമ്മൾ അറിയാനുള്ളത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താണ് ബഡ്ജറ്റ് എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. പലരും ഉണ്ട് കേട്ടോ, എനിക്ക് ബഡ്ജറ്റ് ഒന്നും എനിക്ക് അറിയുന്നില്ല, എത്ര ഇറക്കണം ഇതിനു വേണ്ടി എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറയും, ആദ്യമായിട്ട് നിങ്ങളൊരു ചെറിയ റിസർച്ച് ചെയ്യുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അല്ല പരിചയക്കാർ ആരൊക്കെ ഉണ്ടെയോ അവരുടെ വീട്ടിലോട്ട് പോവുക, അവരെ വിസിറ്റ് ചെയ്യുക. പിന്നെ കുറേ ഷോറൂംസ് കാണുമല്ലോ ഇങ്ങനെ ഈ ഇതൊക്കെ എക്സിബിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻറ്റീരിയേഴ്സിൻ്റെ, അവിടെ പോവുക. അപ്പം നിങ്ങൾക്കൊരു ഏകദേശം ഒരു ധാരണ വരും മനസ്സിൽ. ഓക്കെ, അപ്പം എനിക്ക് ഇത്ര ഉണ്ടെങ്കിലേ ഏകദേശം ഇത്രയെങ്കിലും എനിക്ക് സാധിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാനുള്ള എന്താണ്, നിങ്ങളുടെ കിച്ചൻ്റെ സൈസ് എന്താണെന്നുള്ള ഒരു അപ്രോക്സിമേറ്റ് മെഷർമെൻറ്റ് നിങ്ങൾ എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ഫ്ലോർ പ്ലാനും കയ്യിൽ എടുത്തുകൊണ്ട് പോയാലും നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്കൊരു ഡ്രീം കിച്ചൺ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അതിൻ്റെ കുറേ ഇങ്ങനെ ബ്രൗസ് ചെയ്ത് അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്ത് ഇട്ടേക്കുക. അത് ഫോണിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിലും ഒരു പ്രസൻറ്റേഷൻ പോലെ, അല്ലെങ്കിൽ ഒരു ഫയലാക്കി അതിനെ ഒന്നുകിൽ പെൻ ഡ്രൈവിൽ എടുത്തുകൊണ്ട് പോവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എടുത്തുകൊണ്ട് പോയി അവർക്ക് കാണിക്കാം. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് വേറെയും ചില ചോദ്യങ്ങളുണ്ടാവും, എനിക്ക് ഇന്നതൊക്കെ വേണോ, ഏത് വേണ്ടേ, പിന്നെ നമ്മൾ ഫങ്ഷനാലിറ്റി ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ഞാൻ കുറച്ച് കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെ ഇത് രണ്ടും എനിക്ക് കോംപ്രമൈസ് ചെയ്യണ്ട, പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ വേണേ വേണം, അതിന് ടോട്ടലി എനിക്ക് എത്ര ബഡ്ജറ്റ് വേണ്ടി വരും. അപ്പം ഏകദേശം ഒരു ധാരണ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ അടുത്ത് പല ക്ലയൻസും വന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളത്, എന്താണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര വേണം, 1.5 ലക്ഷത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് മാക്സിമം 2 ലക്ഷം ബഡ്ജറ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, അങ്ങനെ സാധിക്കുമോ? നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്ന, ഇപ്പം നിങ്ങളുടെ കിച്ചൺ സൈസ് എന്താണ്, പിന്നെ നിങ്ങൾക്ക് അതിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരു ബഡ്ജറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത് അല്ലേ. ഒരു വാർഡ്രോബിനാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഒരു പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ ഇട്ടിട്ട് അതിന് ഇന്ന് മെറ്റീരിയൽ വരും, അതിന് ഇതൊക്കെയാണ് ബേസിക് ഡിസൈൻ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ കിച്ചൻ്റെ കാര്യത്തിൽ, ടി വി യൂണിറ്റിൻ്റെ കാര്യത്തിൽ, അങ്ങനെ ചില കാര്യങ്ങളിലെല്ലാം ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള യൂസേജ് ആണ്. ആൻഡ് മാത്രമല്ല സൈസും ഒരുപാട് മാറ്റർ ചെയ്യും അല്ലേ. ഒരു കുഞ്ഞു സൈസ് കിച്ചൺ ആണെങ്കിൽ നമുക്ക് ഒരു 2.5 to 3 lakhs ഏകദേശം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ കൊടുക്കാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് ഒരു 10x12 അല്ലെങ്കിൽ അതിനേക്കാളും വലിയ കിച്ചൺ ആണെങ്കിൽ ബഡ്ജറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. കൗണ്ടർ ടോപ്പ് അത് എക്സ്ട്രാ ചിലവാണ്, അപ്ലയൻസസിന് വേറെ ചിലവാണ്, അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബഡ്ജറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ എൻ്റെ ക്ലയൻസിനോട് ഒരു കാര്യം ഞാൻ ചോദിക്കുമായിരുന്നു കേട്ടോ, അത് ഞാൻ നിങ്ങളോടും ചോദിക്കട്ടെ. നമ്മൾ വീട് മേടിക്കുന്ന സമയത്തോ അല്ല നിങ്ങൾ വീട് കെട്ടുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാറില്ല അല്ലേ. അതായത് ഇന്നത് എനിക്ക് ഇത്ര തന്നെ വേണം, എനിക്ക് ഇത്രയും വലുപ്പമുള്ള റൂം വേണം, എനിക്ക് ഇത്രയും വലുപ്പമുള്ള കിച്ചൺ വേണം എന്ന് നമ്മൾ എന്തെന്നാൽ ഒരിക്കലല്ലേ നമ്മൾ കെട്ടുന്നുള്ളൂ, അല്ല ഒരിക്കലല്ലേ നമ്മൾ വീട് മേടിക്കുന്നുള്ളൂ ലൈഫിൽ, ഒന്നോ അല്ലെങ്കിൽ മേ ബി മാക്സിമം 2 times അല്ലേ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാറില്ലേ.
അതേ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇന്റീരിയേഴ്സിന്റെ ടൈമിലും വേണം. എന്താണെന്നറിയോ, കണ്ടമാനം ചെലവാക്കാനല്ല ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിന്റെ എസ്തെറ്റിക്സ് നല്ല അടിപൊളിയാക്കി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് വെറും വീട് കെട്ടിയാൽ മാത്രം പോരാ കേട്ടോ. അതിന്റെ ഇന്റീരിയേഴ്സും അതിന്റെ അകത്തുള്ള ഫർണിച്ചറും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കറക്റ്റായ രീതിയിൽ കളർ ചൂസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യുമ്പോഴാണ് അത് ഓവറോൾ എൻഡ് പ്രോഡക്റ്റ് അടിപൊളിയായി കിട്ടുന്നത്. സോ അതുകൊണ്ട് എൻ്റെ അഡ്വൈസ് എന്തായിരിക്കും, നമ്മൾ വീട് കെട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട് മേടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇന്റീരിയേഴ്സിനെ കൂടെ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഓവറോൾ ബഡ്ജറ്റിന് കേട്ടോ. ഇതൊക്കെ പോട്ടെ കേട്ടോ. കാശ് മുടക്കുന്നതിന് മുന്നേ നമ്മൾ വീട്ടിൽ വന്ന് ആലോചിക്കുക, ഇത്രയും ഞാൻ ചിലവാക്കണോ, ഇതെനിക്ക് വേണോ. ഇഫ് ഐ റിയലി റിയലി വാണ്ട് ഇറ്റ്, ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ്. ബിക്കോസ് നമ്മൾ അല്ലെങ്കിൽ എന്നും നമ്മുടെ ഉള്ളിൽ ഒരു വാക്യൂം കാണും. പക്ഷേ നമ്മൾ അന്നാലും ചെയ്യേണ്ടത് നന്നായി ചെയ്യണമായിരുന്നു, അന്ന് നമ്മളത് കോംപ്രമൈസ് ചെയ്ത് പോയി. അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് വരാൻ പാടില്ല. എനിക്ക് പലപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിലൊക്കെ. പക്ഷെ പിന്നെ അതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്ത് അതിപ്പം ആ മിസ്റ്റേക്സ് ഒക്കെ ചെയ്യാണ്ടിരിക്കും. പക്ഷേ എന്നാലും ഒരു കാര്യം മറക്കരുത്, നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ ഇൻകം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എടുത്തു ചാടാനായിട്ട്. എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഇതിനെ ഒരു പ്രോജക്റ്റ് ആയിട്ട് വിചാരിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് തരാം. ഇപ്പം ഒരു ഏകദേശം ഒരു 8 തൊട്ട് 10 പോയിന്റ്സ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ്, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് ഡ്യൂറബിൾ ആയിട്ടുള്ള കിച്ചൺ വേണം, അന്ന് അതേ സമയത്ത് അധികം കാശ് മുടക്കണ്ട എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ വൗച്ച് ചെയ്യുന്നതാണ് ലാമിനേറ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് പ്ലൈ ഇട്ടോളൂ. അപ്പോൾ അതിലും വേണമെങ്കിൽ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് പ്ലൈ യൂസ് ചെയ്യാം കേട്ടോ. കൗണ്ടർ ടോപ്പിന് കീഴിലുള്ള ക്യാബിനറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഡിഫോൾട്ട് ആയിട്ട് വാട്ടർ പ്രൂഫ് പ്ലൈ വെച്ചിട്ട് യൂസ് ചെയ്തോളൂ. ആൻഡ് മേളിലുള്ളത്, കൗണ്ടറിന് മുകളിലൊക്കെ അങ്ങനെ അധികം വെള്ളം വീഴാനുള്ള സാധ്യതയില്ലല്ലോ, അപ്പോൾ അതിനൊക്കെ നോർമൽ കമേഴ്ഷ്യൽ ബോർഡ് പ്ലൈ തന്നെ യൂസ് ചെയ്താലും മതിയാവും. നല്ല ക്വാളിറ്റി ലാമിനേറ്റ്സ് ഇപ്പം മാർക്കറ്റിലുണ്ട്. മെറീനോ ലാമിനേറ്റ്സ് നല്ലതാണ്, ഗ്രീൻ പ്ലൈ, പിന്നെ ഹെറിറ്റേജ്, അങ്ങനെ ഇഷ്ടം പോലെ ബ്രാൻഡ്സ്, ഇമ്പോർട്ടഡ് ബ്രാൻഡ്സ്, ഇങ്ങനെ പലതും ഉണ്ട് കേട്ടോ. ആക്ച്വൽ വുഡ് പോലെ ഇരിക്കുന്ന ലാമിനേറ്റ്സ് ഉണ്ട്, ആക്ച്വൽ സ്റ്റോൺ പോലെ ഫീൽ ചെയ്യിക്കുന്ന ലാമിനേറ്റ്സ് ഉണ്ട്. ഹെവി കളേഴ്സ് യൂസ് ചെയ്യാതിരുന്നാൽ തന്നെ നമ്മുടെ കിച്ചണിന് നല്ലൊരു എലിഗൻറ്റ് ലുക്ക് കാണും. ഭയങ്കര ഗോഡി ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാണ്ടിരിക്കുക. ലാമിനേറ്റ് വിത്ത് പ്ലൈ യൂസ് ചെയ്യുന്ന സമയത്ത് കഴിവതും ട്രൈ ആൻഡ് ഗോ ഫോർ എ ഫാക്ടറി ഫിനിഷ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കമ്പനീസിന് കൊടുക്കുകയാണെങ്കിൽ അവർ ഫാക്ടറിയിൽ അതിനെ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഷട്ടേഴ്സ് എല്ലാം, എഡ്ജസ് എല്ലാം നല്ല റൗണ്ടഡ് ആയിരിക്കും, നല്ല ക്ലീൻ ലുക്കിംഗ് ആയിരിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കയ്യിൽ കൊണ്ട് കീറത്തില്ല. ഓക്കെ, അങ്ങനെ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. കിച്ചണിൽ എവിടെയാണ് ശരിക്കും ബഡ്ജറ്റ് കൂടുന്നതെന്ന് അറിയാം, അതായത് ഹാർഡ്വെയർ. അപ്പം ഞാൻ പറയും, ഹാർഡ്വെയർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഹിഞ്ചസ് ഉണ്ടല്ലോ, ഈ ഹിഞ്ചസിൽ നമ്മൾ കണ്ടമാനം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൽ 2 ടൈപ്പ് ഹിഞ്ചസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ടിപ്പിക്കലി ഈ കാണിച്ചിരിക്കുന്ന ഹിഞ്ചാണെങ്കിൽ സീറോ ക്രാങ്ക് ഹിഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസും ഉണ്ട്, നോർമൽ ഹിഞ്ചസും ഉണ്ട്. അപ്പോൾ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നോർമൽ ഹിഞ്ചസിലോട്ട് പോയിക്കോളൂ. അല്ല ഇല്ല എനിക്ക് ഇത് കോംപ്രമൈസ് ചെയ്യേണ്ട എന്ന് വെച്ചാൽ സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസിലോട്ട് പോകാം. ഹിഞ്ചസ് കൂടാണ്ട് നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഡ്രോവേഴ്സ്, ഈ ടാൻഡം ബോക്സസ് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് വളരെ 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 ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കോസ്റ്റ് വളരെയധികം ഹൈ ആണ്. അപ്പോൾ ഓരോ ടാൻഡം ബോക്സസിനും ആവറേജ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 5000 റുപ്പീസോളം ചിലവ് വരും. അപ്പോൾ ഈ 5000 വെച്ചിട്ട് ഒരു 3 ഡ്രോസ് ആകുമ്പോൾ 15,000 കുറഞ്ഞില്ലേ. അപ്പം നമുക്ക് വേണം എന്ന് വെച്ചാൽ ടാൻഡം ബോക്സസിനെ കട്ട് ചെയ്തിട്ട് നോർമൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ്, അതായത് 403 ഗ്രേഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്യാം വിത്ത് എ ഗുഡ് ക്വാളിറ്റി ടെലസ്കോപ്പിക് റണ്ണർ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാസ്ക്കറ്റ്സിന്റെ കൂട്ടത്തിൽ ഓയിൽ പുൾ ഔട്ട് യൂസ് ചെയ്തോളൂ. അപ്പം നമുക്ക് ബേസിക്കലി ഒരു 3-4 ഡ്രോവേഴ്സ് ആയി, പിന്നെ ഓയിൽ പുൾ ഔട്ട് ആയി. അപ്പം നിങ്ങൾക്ക് ഒരു വിധം ഒരു മോഡ്യുലർ കിച്ചൻ്റെ ഒരു സെറ്റപ്പ് ആയി കഴിഞ്ഞു. എന്നാൽ നിങ്ങളുടെ കോസ്റ്റ് കണ്ടമാനം എസ്കലേറ്റ് ചെയ്യത്തുമില്ല. ചെറിയ കിച്ചണ് ഇത്ര ധാരാളമാണ്. ബാക്കിയുള്ളതൊക്കെ ഓപ്പൺ ടൈപ്പ് ഷട്ടേഴ്സ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നോർമൽ ഷെൽഫ് വെക്കുക തൽക്കാലം. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ബഡ്ജറ്റ് കുറച്ച് വന്നു, കാശ് വന്നു എന്ന് പറയുമ്പം ഇന്റേണൽ ഡ്രോവേഴ്സ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അപ്പോൾ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അറ്റ് സം പോയിന്റ് ലേറ്റർ, മേ ബി ഒരു 6 മാസം കഴിഞ്ഞിട്ടോ 1 വർഷം കഴിഞ്ഞിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ലയൻസസിൻ്റെ കാര്യം വരുമ്പം ഇൻബിൽറ്റ് അപ്ലയൻസസിന് ഒരുപാട് പൈസയാവും കേട്ടോ. അപ്പം നമുക്ക് ബഡ്ജറ്റ് കുറവ് ആണെങ്കിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് നമ്മൾ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തേക്കുക. അതിന് പകരം സെൽഫ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള മൈക്രോവേവ് മേടിക്കുക ആൻഡ് കുക്ക് ടോപ്പ് അടുപ്പ് മേടിക്കുക. അനാവശ്യമായിട്ട് നമ്മൾ ഈ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഹോബ് നമുക്ക് വേണമെന്നില്ല. കുക്ക് ടോപ്പിൻ്റെ തന്നെ കാഫിൻ്റെ ബ്രാൻഡൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ആയിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹോബ്സ് കിട്ടാറുണ്ട്. അതിന് ഓൾമോസ്റ്റ് മറ്റതിൻ്റെ 1/3 ഒക്കെ കോസ്റ്റ് വരാറുള്ളൂ. ഈവൻ സം ബ്രാൻഡ്സ് ലൈക്ക് പിജിയൻ, പ്രസ്റ്റീജ് ഒക്കെ അതിനേക്കാളും കുറഞ്ഞ റേറ്റിലൊക്കെ കിട്ടാറുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അതിനോടൊപ്പം പക്ഷെ നല്ലൊരു ക്വാളിറ്റി ചിമ്നി വയ്ക്കുക. ഭയങ്കര ഫാൻസി അല്ല എന്നുണ്ടെങ്കിലും നല്ല സ്ലീക്ക് ആയിട്ടുള്ള നല്ല ബ്രാൻഡിൻ്റെ ഒരു ചിമ്നി വേണം കേട്ടോ. അടുത്തത് കിച്ചണിൽ ബാക്ക് സ്പ്ലാഷ് വേണമല്ലോ. ഇപ്പം നിങ്ങളുടെ ബിൽഡർ നിങ്ങൾക്ക് ബാക്ക് സ്പ്ലാഷ് തരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം അപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിൽ ബിൽഡേഴ്സ് ഡിഫോൾട്ട് ആയിട്ട് തരുമല്ലോ.
അപ്പം അവർ തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പണിതെടുക്കുന്നതാണെങ്കിൽ വളരെ ഫാൻസി ആയിട്ടുള്ള ബാക്ക് സ്പ്ലാഷസിന് പോകാണ്ട് അതേ സമയത്ത് 2x2 വിട്രിഫൈഡ് ടൈലിൻ്റെ മാർബിൾ ഫിനിഷ് അങ്ങനെ പല പുതിയ പുതിയ മോഡൽസ് വരുന്നുണ്ട്. അപ്പോൾ അത് വെക്കുകയാണെങ്കിൽ കാണുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര അടിപൊളി ലുക്ക് കിട്ടും. ഒരു എലഗൻ്റ് ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്ത ഒരു ഫീല് നമുക്ക് കിട്ടും. അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, നമ്മൾ കളർ കോമ്പിനേഷൻ, പിന്നെ കൗണ്ടർ ടോപ്പ്, ഇതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആൻഡ് ഫിനിഷും കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കിച്ചൺ നമുക്ക് സിമ്പിൾ ആണെങ്കിലും ലക്ഷറിയസ് ആയിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എൻ്റെ പുറകെ കാണുന്ന കിച്ചൺ ഉണ്ടല്ലോ, ഇത് വെറും ഒരു വാൾനട്ട് ഫിനിഷിലെ നോർമൽ സാധാരണ കിച്ചണാണ്. പക്ഷെ അത് കാണാനായിട്ട് ഒരു ഫാൻസി ലുക്കിംഗ് എന്തുകൊണ്ടാണ് വന്നത്? ബിക്കോസ് അതിന് വളരെ സിമ്പിൾ ക്ലീൻ ലൈൻസിൽ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ആൻഡ് അത് കളർ വളരെയധികം ഓവർ പവറിങ്ങും അല്ല, അല്ലേ? ഇപ്പൊ ഇവിടെ കാണുന്ന കിച്ചണില്ലേ, അതിന്റെ മുകളിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ചിലപ്പം അതിന്റെ മുകളിൽ ലോഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോഫ്റ്റ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ മെറ്റീരിയൽ നമുക്ക് വേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് കൂടും. സേ ഫോർ എക്സാമ്പിൾ ഒരു 10,000 to 20,000 വരെ കോസ്റ്റ് കൂടാം. അപ്പം അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ പണിതോളൂ. ലോഫ്റ്റ് കൊടുക്കാതെ വരുമ്പോഴത്തേക്ക് അതിന്റെ മെറ്റീരിയൽ കോസ്റ്റും നമുക്ക് ഇല്ലാണ്ടാവും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിമ്മിയുടെ ഡക്ട് പൈപ്പിംഗ് പോകുന്ന സ്ഥലത്ത് അത് ഡക്റ്റിനെ കവർ ചെയ്യാനായിട്ട് നിങ്ങളുടെ കാർപ്പൻറ്ററിനോട് നീറ്റായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുക. അടുത്തത് കൗണ്ടർ ടോപ്പിന്റെ. നമ്മൾ പലവർക്കും ഇപ്പം അറിയാം, നമ്മൾ ഗൂഗിൾ തുറന്ന് കിച്ചൺ ഐഡിയാസ് എന്ന് അതിലോട്ട് സെർച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി കിച്ചൺസ് വരാറുണ്ട് അല്ലേ? അതിന്റെ പലതിന്റെയും കൗണ്ടർ ടോപ്പ് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് കളർ ആയിരിക്കും, അല്ല ഓഫ് വൈറ്റ് ആയിരിക്കും. അപ്പോൾ അത് either നാനോ വൈറ്റ് അല്ലെങ്കിൽ AGL ക്വാഡ് സ്റ്റോൺ ആയിരിക്കാം, സീസർ സ്റ്റോൺ ആയിരിക്കാം. അപ്പോൾ അതിന്റെ കോസ്റ്റും അതിനനുസരിച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോസ്റ്റ് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഗ്രാനൈറ്റ് തന്നെ ഓപ്റ്റ് ചെയ്തോളൂ. ലൈറ്റർ ഷെയ്ഡ്സ് ഓഫ് ഗ്രാനൈറ്റ് ഓപ്റ്റ് ചെയ്യുമ്പം വളരെയധികം സൂക്ഷിക്കണം. അതിൽ ഓയിൽ സ്റ്റെയിൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റ് ആണെങ്കിൽ അതിൽ ഓൾറെഡി അവരൊരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അഗൈൻ ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റിൽ കോസ്റ്റ് പിന്നെയും കൂടാനാണ് സാധ്യത. സോ ഗോ ഫോർ ഡാർക്കർ ഷെയ്ഡ്സ് ഓഫ് ഗ്രാനൈറ്റ്. അവിടെ നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി തന്നെ വരും. ഇപ്പോൾ ബ്ലാക്ക് അല്ലെങ്കിൽ ഷെയ്ഡ്സ് ഓഫ് ബ്ലാക്കിൻ്റെ ഗ്രാനൈറ്റ്, ജെറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ഒന്നും ഇപ്പോൾ കിട്ടാനില്ല. പക്ഷെ ഒരു ഗ്രേഷ് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. ഡാർക്ക് ബ്രൗൺ കളർ ഗ്രാനൈറ്റ്, ഇതൊക്കെ ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഷെയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര അധികം പേടിക്കാനുള്ള ആവശ്യമില്ല. ബിക്കോസ് ഇതുപോലത്തെ ഡാർക്ക് ഷെയ്ഡ്സ് വിൽ ഗോ വിത്ത് എനി ലൈറ്റ് ഷെയ്ഡ്സ് ഓൾസോ. സിങ്കിനെ കുറിച്ച്, സിങ്ക് എന്തൊക്കെ ഫാൻസി സിങ്ക്സ് ആണ് ഇപ്പം വരുന്നത് അല്ലേ? പക്ഷേ അഗെയിൻ ഗോ ഫോർ സിമ്പിൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ, നല്ലൊരു സേ ഫ്രാങ്കേഡയോ അങ്ങനത്തെ നല്ലൊരു ബ്രാൻഡിൻ്റെ സിമ്പിൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിൻ്റെ സിങ്ക് മേടിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫോസറ്റ് ഉണ്ടല്ലോ, അത് ടാപ്പ്, അതും ജാഗ്വറിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള കിച്ചണിന് വേണ്ടിയിട്ടുള്ള നോർമൽ ടാപ്പ് മേടിക്കുക. ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടറിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മേടിക്കുക. അല്ല കണ്ടമാനം നമ്മൾ അതിനെല്ലാം ഫാൻസി ആയിട്ട് പോകുന്തോറും നമ്മുടെ പൈസ 5K to 10K ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ വേറൊരു കാര്യം ചില ക്ലയൻസ് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ബേസ് യൂണിറ്റ്സിനെ കംപ്ലീറ്റ്ലി നന്നായിട്ട്, അതായത് ടാൻഡം ബോക്സസ് ഒക്കെ വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അങ്ങ് ചെയ്തെടുക്കും. എന്നിട്ട് മേളിൽ ജസ്റ്റ് ഇങ്ങനെ ചിമ്മിയുടെ അപ്പുറവും ഇപ്പുറവും നല്ല സോളിഡായിട്ട് 2 ഓപ്പൺ ഷെൽഫ്സ് പോലെ കൊടുത്തിട്ട് തൽക്കാലം മാനേജ് ചെയ്യും. പക്ഷേ ചിമ്മിനി വെക്കും, തൽക്കാലം ബാക്കിയുള്ളത് മാനേജ് ചെയ്യും. ആഫ്റ്റർ എൻ ഇയർ, ആഫ്റ്റർ ഫ്യൂ മന്ത്സ് അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് മുകളിലും കൂടി ക്യാബിനറ്റ്സ് ആഡ് ഓൺ ചെയ്യാറുണ്ട്. അതെനിക്ക് അത്ര നല്ലൊരു പ്ലാനായിട്ട് തോന്നാറില്ല. പക്ഷേ യെസ്, ദർ ആർ പീപ്പിൾ ഹു ഡു ഇറ്റ്. എന്താണെന്നറിയാം എൻ്റെ റീസൺ? ബിക്കോസ് താഴത്തെ ക്യാബിനറ്റ്സ്, അതായത് കൗണ്ടറിന് കീഴിലുള്ളത് നമുക്ക് അത്ര പെട്ടെന്ന് മൂവ് ചെയ്ത് മാറ്റാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് കൗണ്ടർ ടോപ്പും കൂടെ അത്ര ഹെവി അല്ലേ. അപ്പോൾ അതെല്ലാം ഒരു തവണ നമ്മളത് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന വളരെ വളരെ ഡിഫിക്കൽട്ടാണ്, മോഡ്യുലർ കിച്ചണിൽ പോലും. അപ്പം അതുകൊണ്ട് താഴത്തെ ബേസ് യൂണിറ്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി എങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഫിനിഷ് ചെയ്തിട്ട് മറ്റേത് മേ ബി ഒരു ഫ്യൂ മന്ത്സ് ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്യാറുള്ള ചില ക്ലയൻസ് എനിക്കുണ്ടാകും. പിന്നെ പല ഹാർഡ്വെയറും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ്? ഈ കോസ്റ്റൽ ഏരിയ, എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ പലവരും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഈവൻ വലിയ വലിയ ബ്രാൻഡ്സിൻ്റെ ഹിഞ്ചസ് പോലും തുരുമ്പിക്കാറുണ്ടെന്ന്. പ്യുവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കാറുള്ള പല ഹിഞ്ചസും അവൈലബിൾ ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ മേടിക്കണം കേട്ടോ. അപ്പോൾ അതിൽ സോഫ്റ്റ് ക്ലോസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു 10 ടൈംസ് ആയിരിക്കും കോസ്റ്റ്. ബിക്കോസ് നോർമൽ ഹിഞ്ചസ് സീറോ ക്രാങ്ക് ഒരു 80 to 100 റുപ്പീസ് ആണെങ്കിൽ മറ്റേത് 800 ആയിരിക്കാം, ചിലത് 600 ആയിരിക്കാം. അപ്പോൾ എത്ര ഹിഞ്ചസ് ആണെന്നുള്ളത് എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ ഒരു 5 to 10K അതിൻ്റെ കോസ്റ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അത് നിങ്ങൾ ഗോ ഹെഡ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ. ലാസ്റ്റ് ടിപ്പ് ശരിക്കും നിങ്ങളുടെ കോസ്റ്റിനെ വല്ലാണ്ട് കുറയ്ക്കും കേട്ടോ. പക്ഷെ അതിലൊരു ക്യാച്ച് ഉണ്ട് എന്ന് വെച്ചാൽ അത് MDF വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത്. MDF വെച്ചിട്ട് ചെയ്യുന്ന സാധനങ്ങൾ ലാസ്റ്റ് ചെയ്യത്തില്ല എന്ന് പലരും പറയാറുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ചോദിക്കാനുള്ള ചോദ്യം, ആ വീട്ടിലെ കിച്ചൺ എത്ര ദിവസം നിങ്ങൾക്കത് ലാസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഒരു 5 to 10 years ലാസ്റ്റ് ചെയ്താൽ മതി, അതിനിടയ്ക്ക് ഞാനത് അപ്ഗ്രേഡ് ചെയ്യും എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഗോ ഹെഡ് ആൻഡ് ഡു MDF. ഒരു കുഴപ്പം വരില്ല. എനിക്ക് തന്നെ എൻ്റെ ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റിൻ്റെ കിച്ചൺ MDF ആയിരുന്നു. ഞങ്ങൾക്ക് അന്ന് ഞാൻ വളരെ ചെറുപ്പം 10-26 വയസ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാതിരുന്ന സമയത്ത് MDF മതി എന്ന് ആരോ പറഞ്ഞു ഇട്ടു.
അത് 15-20 കൊല്ലമായിട്ടും ഞങ്ങളത് ആ അപ്പാർട്ട്മെന്റ് മറ്റൊരാൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും അത് ഇൻടാക്റ്റ് ആയിട്ട് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതിന് അനുസരിച്ചിരിക്കും. പിന്നെ MDF തന്നെ ഇപ്പം ഓഫ് കോഴ്സ് നമ്മൾ ഇമ്പോർട്ടഡ് MDF തന്നെ മേടിക്കണം. ഇത് പ്രീ ലാമിനേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തില്ല, ബഡ്ജറ്റ് പിന്നെയും കൂടത്തേ ഉള്ളൂ. സോ പ്രീ ലാമിനേറ്റഡ് വാട്ടർ പ്രൂഫ് MDF കിട്ടുന്നോന്ന് ശ്രദ്ധിച്ച് നോക്കാം. വാട്ടർ പ്രൂഫ് MDF കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോയിക്കോളൂ. പക്ഷെ അതിൽ ഇനിയൊരു ക്യാച്ച് ഉള്ളത്, പ്രീ ലാമിനേറ്റഡ് ആയതുകൊണ്ട് ചില കളേഴ്സേ അവൈലബിൾ ആയിരിക്കുള്ളൂ. നമുക്ക് തോന്നുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ലാമിനേറ്റിനേക്കാളും ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഇച്ചിരി കുറഞ്ഞിരിക്കും. ഈ MDF തന്നെ നമ്മൾ ഫുൾ കിച്ചൺ ചെയ്താലും ഞാൻ പറയും, ജസ്റ്റ് ടു ബി ഓൺ ദ സേഫർ സൈഡ്, നമ്മുടെ സിങ്കിന്റെ യൂണിറ്റ് പണിതെടുക്കും അവിടെ മാത്രം നമ്മൾ വാട്ടർ പ്രൂഫ് നല്ല ക്വാളിറ്റിയുടെ പ്ലൈ ഇടുക. ബാക്കി എല്ലായിടത്തും സിമ്പിൾ MDF ബോർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ കോസ്റ്റ് നിങ്ങൾ ബിലീവ് ചെയ്തില്ല, ഓൾമോസ്റ്റ് 50K നിങ്ങളുടെ കോസ്റ്റ് ഡ്രാസ്റ്റിക്കലി കുറയാനായിട്ട് അത് തന്നെ മതിയാവും. സോ അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിച്ചൺ എന്ന് വെച്ചാൽ തീരെ കാശില്ലാതെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പലവർക്കും പല കൺസ്ട്രെയിൻസ് ഉണ്ടല്ലേ ലൈഫിൽ. ചിലപ്പോൾ നമ്മൾ വീട് ഒരുപാട് പൈസ നമ്മൾ വിചാരിച്ചതിനേക്കാളും വീട് പണിതെടുക്കാനായിട്ട് ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ഇപ്പോൾ വിൽക്കുന്ന റേറ്റിനൊക്കെ വളരെയധികം എക്സ്പെൻസീവ് ആണ്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ക്ലയൻസ് വരുന്ന എത്രയോ പേര് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും അതേപോലെ പല സിറ്റുവേഷൻസിൽ കൂടെ പോയിട്ടുള്ള മനുഷ്യരാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിച്ചൺ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാം ഷെയർ ചെയ്യണം കേട്ടോ. And thanks for all your loving comments. So thanks a lot for that. And അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ.